ടോപ്പിക് ഈസ് മെർജ് സോർട്ട്. മെർജ് സോർട്ട് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെമ്മിൽ പൈത്തണിൽ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യം ഉണ്ട് ഇങ്ങനൊരു ഒരു അൺസോർട്ടഡ് ലിസ്റ്റ് തരും. അൺസോർട്ടഡ് ലിസ്റ്റ് വന്നിട്ട് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ബോക്സിനും 0, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ കൊടുക്കുമല്ലോ. ആ നമ്പര് പ്ലസ് ലാസ്റ്റ് നമ്പർ, ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2 കിട്ടുമ്പോൾ ഒരു നമ്പർ കിട്ടും. 4 ആണ് ഇവിടെ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇത് അപ്രോക്സിമേറ്റ് 7/2 എന്ന് പറയുമ്പം 3.5 എന്ന് വരും. 3.5 നമ്മൾ അടുത്ത നമ്പറായിട്ട് 4 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബോക്സിൻ്റെ നടുക്ക് 4 എലമെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് കട്ട് ചെയ്ത് ഇതിങ്ങോട്ടും വരയ്ക്കും. അപ്പോൾ ഈ 4 എലമെൻറ്റ് ഇവിടെ വരും, ഈ 4 എലമെൻറ്റ് ഇങ്ങോട്ട് വരും. ഇവിടെ 4 എലമെൻ്റ് ആയതുകൊണ്ട് നമുക്കറിയാം, കണക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ അറിയാം 2 എണ്ണം കഴിയുമ്പോഴത്തേക്ക് കട്ട് ചെയ്യണമെന്ന്. ഇതിൻ്റെ ഹാഫ് നടുക്കൂന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് 7ഉം 3ഉം സെപ്പറേറ്റ് ആവും, 11ഉം 9ഉം സെപ്പറേറ്റ് ആവും, 13ഉം 16ഉം സെപ്പറേറ്റ് ആവും, 21ഉം 5ഉം സെപ്പറേറ്റ് ആവും. ഇവിടുന്ന് പിന്നെ ഒരെണ്ണം വെച്ച് കട്ട് ചെയ്യണം. 7ഉം 3ഉം സെപ്പറേറ്റ് ആവും, 11ഉം 9ഉം സെപ്പറേറ്റ് ആവും. ഇവിടെ 13ഉം 16ഉം സെപ്പറേറ്റ് ആവും, 21ഉം 5ഉം സെപ്പറേറ്റ് ആവും. പിന്നെ ഇവിടെ നിന്ന് ഇത് സോർട്ട് ചെയ്ത്, ഇതല്ലേ ചെറിയ എലമെൻറ്റ്, ഈ 2എണ്ണത്തിനകത്ത് ഈ ചെറിയ എലമെൻറ്റ് ആദ്യം എഴുതും, ഇത് ഇങ്ങനെ എഴുതും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യും, സോർട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യും. ഇവിടെ 9ഉം 11ഉം അതുപോലെ സോർട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യും. ഇവിടെ 13ഉം 16ഉം അതുപോലെ തന്നെയാണ്. 13 ആണ് ചെറുത്, 16 ആണ് വലുത്, അങ്ങനെ തന്നെ എഴുതും. ഇത് 5 ഇവിടെ വരും, 21 ഇവിടെ വരും, ഇങ്ങനെ എഴുതും. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യുമ്പം ഇത് ഓർഡറിൽ 3 ആദ്യം എഴുതും, അത് കഴിഞ്ഞ് 7 ആദ്യം എഴുതും, 9 ആദ്യം എഴുതും, 11 ആദ്യം എഴുതും. ഇത്രയും കൂടെ വീണ്ടും ജോയിൻ ചെയ്യും. ഇവിടെ 5 ആദ്യം വരും, 13 രണ്ടാമത് വരും, 16 അടുത്ത വരും, 21 ലാസ്റ്റ് വരും. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും കമ്പയർ ചെയ്യുമ്പം ഓർഡറിൽ സോർട്ട് ചെയ്ത് എഴുതാം. ഇത്രയുള്ള മെർജ് സോർട്ട്. ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി വെച്ചാണ് മെർജ് സോർട്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കി അൽഗോരിതമൊക്കെ ഇത് പഠിച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതെങ്ങനെ പറഞ്ഞു തരണം എനിക്കറിയത്തില്ല. എന്തായാലും ഈ സംഭവം മനസ്സിലായല്ലോ.